പ്രിയ വിദ്യാർത്ഥികളെ, സമവാക്യ ജോഡികൾ എന്ന പാഠത്തിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 39 നോക്കുക. അവിടുത്തെ ഒരു ചോദ്യമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ചെറിയ രണ്ട് പാത്രങ്ങളുണ്ട്, ഒരു ചെറിയ പാത്രവും ഒരു വലിയ പാത്രവും. അളവ് പാത്രമാണ്, ഒരു ചെറിയ അളവ് പാത്രവും വലിയ അളവ് പാത്രവും. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ച് ഒഴിച്ചപ്പോൾ 20 ലിറ്റർ കിട്ടി. 20 ലിറ്ററായി. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചപ്പോൾ 19 ലിറ്ററും കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ 2 അളവ് പാത്രം ഉണ്ടല്ലോ, ചെറിയ പാത്രവും വലിയ പാത്രവും, ആ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ്. നിങ്ങൾ മനസ്സിരുത്തി ആ ചോദ്യം വായിക്കുക. 39-ാമത്തെ പേജിലെ ആ ചോദ്യം വായിക്കുക. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം. 2 അളവ് പാത്രങ്ങളുണ്ട്, 2 അളവ് പാത്രങ്ങളുണ്ട് എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കടയിലുള്ള അളവ് പാത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ, വെളിച്ചെണ്ണയിലൊക്കെ വയ്ക്കുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അതുപോലെ ഇവിടെ 2 അളവ് പാത്രങ്ങളുണ്ട്. ചെറിയ അളവ് പാത്രം X ആണെന്ന് വിചാരിക്കാം, വലിയ അളവ് പാത്രം Y ആണെന്ന് വിചാരിക്കാം. അഞ്ച് തവണ ചെറിയ പാത്രത്തിൽ 5 തവണ എടുത്തു, അപ്പോൾ 5x. വലിയ പാത്രത്തിൽ 2 തവണ എടുത്ത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ ആ പാത്രത്തിൽ 20 ലിറ്റർ വെള്ളമുണ്ട്. ഇനി രണ്ടാമതും ചെറിയ അളവ് പാത്രം 2 തവണ ചെറിയ അളവ് പാത്രത്തിൽ, അപ്പോൾ 2x. 3 തവണ വലിയ അളവ് പാത്രത്തിൽ, അപ്പോൾ 3y എടുത്തൊഴിച്ചപ്പോൾ അതളന്ന് നോക്കിയപ്പോൾ 19 ലിറ്ററാണ് വെള്ളമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ അളവ് പാത്രത്തിലും എത്ര വെള്ളം കൊള്ളും? ചെറിയ പാത്രത്തിൻ്റെ അളവ് എത്ര ലിറ്ററാണ്, വലിയ പാത്രത്തിൻ്റെ അളവ് എത്ര ലിറ്ററാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് ഉണ്ടാക്കിയ ഇക്വേഷൻ. ഇവിടെ നമ്പർ ഓഫ് എക്സ് ഈക്വൽ അല്ല. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെ ഗുണോത്തരം 5 ആണ്. ഇവിടെ എക്സിൻ്റെ ഗുണോത്തരം 2 ആണ്. എക്സ് ഈക്വൽ അല്ല, വൈയും ഈക്വൽ അല്ല. ആരെങ്കിലും ഒരാളെ ഈക്വൽ ആക്കണം. നമുക്ക് എക്സിനെയും ഈക്വൽ ആക്കാൻ പറ്റും, വൈനെയും ഈക്വൽ ആക്കാൻ പറ്റും. നേരത്തെയൊക്കെ എക്സിന് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഈ കണക്കിൽ വൈനെയാണ് ഈക്വൽ ആക്കാൻ പോകുന്നത്. 2 വൈ ഉള്ളത്. ഇതിനെ എന്തെങ്കിലും ചെയ്താൽ 3 വൈ ആവുമോ? ഈ 3 വൈനെ എന്തുകൊണ്ടെങ്കിലും ഗുണിച്ചാലോ ഹരിച്ചാലോ 2 വൈ ആവുമോ? പറ്റൂലല്ലോ. അപ്പം എന്താ വഴി? ഇതിൻ്റെ 3 മടങ്ങ് എടുക്കുക. ഇക്വേഷൻ്റെ 3 മടങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ 3നെ കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പോൾ ഇവിടെ അല്ല, മൊത്തം 3നെ കൊണ്ട് ഗുണിക്കണം. അന്നേരം ഈ 2 വൈ എന്താകും? 2 × 3 6 വൈ ആവും. ഇനി ഈ ഇക്വേഷനെ മൊത്തം 2 കൊണ്ട് ഗുണിച്ച് നോക്കട്ടെ, ഡബിളാക്കിയാട്ടെ. അപ്പോൾ ഇവിടെ 6 വൈ ആവും. അന്നേരം 2 ഈക്വൽ ആവുമല്ലോ. നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ചെയ്യുമ്പോൾ പറയാം. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ 1നെ ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ വൈ ആണല്ലോ നമ്മൾ ഈക്വൽ ആക്കുന്നത്. അപ്പോൾ ഈ ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഗുണിക്കുക ചെയ്യുന്നത്. 2നെ 3 ആക്കാനോ 3നെ 2 ആക്കാനോ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ 2നെയും 3നെയും 6 ആക്കാൻ പോവുകയാണ്. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും. അപ്പോൾ ആദ്യം ചെയ്യുന്നത്, ഇക്വേഷൻ
1 ഇൻറ്റു 3. ഇക്വേഷൻ 1നെ 3 കൊണ്ട് ഗുണിച്ചു. എന്തിനാണ്? ഇവിടെ 6y ആക്കാനാണ്. അപ്പോൾ മൊത്തം 3 കൊണ്ട് ഗുണിക്കണം. 2 y മാത്രം ഗുണിച്ചാൽ പോരാ. 5 ഇൻറ്റു 3 15x, 6y, 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60. ഇനി അടുത്തത് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 2 ഇൻറ്റു 2. ഇക്വേഷൻ 2നെ 2 കൊണ്ട് ഗുണിച്ചു, ഡബിളാക്കി. അപ്പോൾ 2x 4x ആയി, 3y 6y ആയി, 19 38 ആയി. 2 കൊണ്ട് ഗുണിച്ചു. ഇനി ഇപ്പോൾ ഇവിടുത്തെ കിട്ടിയ ഇക്വേഷൻ 3ഉം 4ഉം ആണല്ലോ. ഈ 3ഉം 4ഉം ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 6y 6y y ഈക്വലായി. ഈ ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ 6y 6y ആയി. ഇനി നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ഈ 6y 6y ക്യാൻസലായി പോകും. പിന്നെ y ഉണ്ടാവില്ല. പിന്നെ എക്സ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഏതൊന്ന് മൈനസ് ചെയ്യണം? വലുത് 60 ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 മൈനസ് ചെയ്യുക. 15x 4x മൈനസ് ചെയ്യുക. ഇതാ 15x കുറക്കണം 4x 11x. 6y 6y 0 ആയി. ഇവിടെ ഇല്ല, y ഇല്ല. 60 38 കുറച്ച് 22. അപ്പോൾ ഇവിടെ x മാത്രമേ ഇപ്പോൾ ഉള്ളൂ കിട്ടിയതിൽ. y ഇല്ല. എന്തുകൊണ്ടാണ് y ഇല്ലാത്ത? ഇവിടെ y 2 ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസലായിപ്പോയി. 6y 6y കുറക്കുമ്പോൾ 0 ആയി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ ഈക്വൽ ആക്കുന്നത്. അപ്പോൾ ഇവിടെ x സമം 22/11 സമത്തിലോട്ട് x 2 കിട്ടും. x 2 കിട്ടിയാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 4 ഇക്വേഷൻ ഉണ്ടല്ലേ. ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്നത് 2 ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ 2 ഉണ്ടാക്കി. ഈ 4 ഇക്വേഷനിൽ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്ക് എക്സിൻ്റെ വില കൊടുത്താൽ വൈനെ കിട്ടും. പക്ഷേ നമ്മൾ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ നോക്കുക. ഏതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ? നോക്ക്. ഏറ്റവും സിമ്പിളായ ഇക്വേഷൻ 2 അല്ലേ. വില ചെറിയ സംഖ്യകൾ 2ആണ്. പക്ഷേ ഞാനിവിടെ 1ലാണ് ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. 5x + 2y = 20. ഇതാണ് ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് എന്തായിരുന്നു? എക്സിൻ്റെ വില കിട്ടി 2 അല്ലേ. അപ്പോൾ 5x ഇതിൽ 5 ഇൻറ്റു എക്സ് അല്ലേ. എക്സിന് പകരം എന്ത് കൊടുത്തു? 2 കൊടുത്തു. 5 ഇൻറ്റു 2 + 2y = 20. ഈ 2 10. 10 + 2y = 20. 2y ഈ 10 അപ്പുറം പോകുമ്പോൾ -10 ആവും. അപ്പോൾ 20 - 10 10 കിട്ടും. അപ്പോൾ 2y 10 ആകുമ്പോൾ 1y 5 ആയിരിക്കുമല്ലോ. y = 5. അപ്പോൾ x 2 കിട്ടി, y 5 കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? x എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രത്തിൻ്റെ അളവായിരുന്നു. അപ്പോൾ ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 2 ലിറ്റർ. വലിയ പാത്രം വൈയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 5 ലിറ്റർ. അപ്പോൾ ഓരോ പാത്രത്തിൻ്റെയും എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു കണ്ടുപിടിച്ചു. ചെറിയ പാത്രത്തിൽ 2 ലിറ്ററും വലിയ പാത്രത്തിൽ 5 ലിറ്ററും വെള്ളം കൊള്ളും. അപ്പോൾ ഇത് എക്സ്പ്ലനേഷൻ ഈ പാഠത്തിലത് കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് കണക്കുകളാണ്. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തയക്കാം. താങ്ക് യു.